ഇറാനിൽ ഇരട്ട സ്ഫോടനത്തിൽ 103 മരണം. ഇറാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ 4ാം വാർഷികാനുസ്മരണത്തിലാണ് സ്ഫോടനമുണ്ടായത്. 150ഓളം പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി അശ്വിനി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അശ്വിനി, തീവ്രവാദ ആക്രമണമാണ് എന്നത് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ, ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല എങ്കിൽ പോലും ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും സംഘടന ഏറ്റെടുത്തിട്ടുണ്ടോ? ജനത ഇതുവരെയും സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. മരണസംഖ്യ 103 2 സ്ഫോടനങ്ങളാണ് നടന്നത്. കെർമാനിലെ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ 4ാം വാർഷിക അനുസ്മരണ ചടങ്ങുകൾ നടക്കുന്നതിന് നേരെയാണ് സ്ഫോടനമുണ്ടായത്. സ്യൂട്ട്കേസുകളിലേക്ക് കൊണ്ടുവന്ന അത് ബേസ്മെന്റിൽ നിക്ഷേപിക്കുകയും അത് റിമോട്ട് ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ 103 മരണമായിരിക്കുന്നു. ആക്രമണത്തെ അപലപിച്ച ഇറാൻ ഇത് തീവ്രവാദി ആക്രമണമാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവരെ ശിക്ഷിക്കുമെന്നും നിയമമന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം എന്തായാലും ഇതിൽ ഇറാൻ നടത്തുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യം, ഗാസ അടക്കമുള്ള രാജ്യങ്ങളിലെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഇതിൽ തീർച്ചയായും അതിന്റെ ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിലൊരു തുടർ നടപടികളോ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. രേണുക, ശരി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോഴാണ് ഇറാനെ നടുക്കിക്കൊണ്ട് 2 സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ 103 മരണം, ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ സുലൈമാനിയുടെ കൊലപാതകത്തിന്റെ 4ാം വാർഷികാനുസ്മരണത്തിലാണ് ഇത്തരം സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നതൊരു സൂചനയാണ്. എന്തൊക്കെയാണ് ഇതിലെ ഘടകങ്ങൾ? എന്തായിരിക്കും ലക്ഷ്യം? ആരായിരിക്കും പിന്നിൽ? പല അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രേണുക, അഭ്യൂഹങ്ങളുടെ പിന്നാലെ പോകുന്നത് നിരർത്ഥകമാണ് എന്നറിയാം. പക്ഷേ ഇവിടെ സ്വാഭാവികമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന, ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന ഭീകരാക്രമണത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിച്ചിരിക്കുന്ന 103-ൽ പരം പേരുടെ മരണത്തിൽ കലാശിച്ച ആക്രമണത്തിന്റെ കുന്തമുന നീളുന്നത് ഇസ്രയേലിന് നേരെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഖാസിം സുലൈമാനിയെ വധിച്ചത് 4 വർഷം മുൻപ് ഇതേ ദിവസം അമേരിക്കയുടെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ വെച്ചാണ് ഖാസിം സുലൈമാനി മരിച്ചത്. ഇറാന്റെ സൈന്യമായ റെവല്യൂഷണറി ഗാർഡിന്റെ വിദേശകാര്യ ഓപ്പറേഷൻസ് ചീഫായിരുന്നു ഖാസിം സുലൈമാനി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് അമേരിക്കയോട് പ്രതികാരം ചെയ്യും എന്ന് ഇറാൻ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷം 4 അതൊക്കും മേലെയാണ് ഇപ്പോൾ സംഭവിച്ച, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കൊലപാതകം. ഇറാന്റെ തന്നെ ഒരു ഉന്നത സൈനിക മേധാവിയായ റാസ മൂസവി തൊട്ടടുത്ത രാജ്യത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ഇസ്രയേലാണ് എന്നാണ് ആരോപണം. അപ്പം ഈ 2 സംഭവങ്ങളും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടന്ന വലിയൊരു ആക്രമണമാണ്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രദേശത്തെ ഹമാസിൻ്റെ ഉപമേധാവി കൊല ചെയ്യപ്പെട്ടു. ഒരു വലിയ മിസൈൽ ആക്രമണം നടന്നു. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. അത് സഹീൽ അൽ അറൗറി എന്ന് പറയുന്ന ഉപമേധാവി, ഹമാസിൻ്റെ മേധാവി, നമുക്കറിയാം, യഹിയ സിൻവാർ, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വലിയ വിലയാണ് ഇസ്രായേൽ ഇട്ടിരിക്കുന്നത്. രണ്ടാമത് കിട്ടാനുള്ള ആളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ആ ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ശത്രു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളയാളാണ് ഹമാസിൻ്റെ ഉപമേധാവി. അദ്ദേഹം ബെയ്റൂട്ടിൽ ഒളിവിലായിരുന്നു, അല്ലെങ്കിൽ ബെയ്റൂട്ടിൽ നിന്നുകൊണ്ട് ഓപ്പറേഷൻസ്, ഹമാസിൻ്റെ ഗാസയിലെ ഓപ്പറേഷൻ സ്പിയർ ഹെഡ് ചെയ്യുകയായിരുന്നു. ഈ തുടർച്ചയായി നടക്കുന്ന കൊലപാതകങ്ങളും ഭീകരാക്രമണങ്ങളും എല്ലാം അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. കാരണം ഇസ്രയേലിനോട് കഠിനമായി, അതിശക്തമായി അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധം ഗാസയിൽ നിന്നും ഇതിന് വെളിയിലേക്ക് വരാൻ പാടില്ല എന്നതാണ്. ഇവിടെ നോക്കൂ, യമനിലെ ഹൂതികൾ ആ കടലിടുക്ക്, അതായത് ഈ ചെങ്കടലിലേക്കുള്ള കടലിടുക്ക്, അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് ഏഡൻ ഉൾക്കടൽ വഴി ഉള്ള ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ചെറിയ കടലിടുക്ക്, അവിടെ അരങ്ങ് വാഴുന്നത് ഹൂതികളാണ്. യമന്റെ വടക്കൻ യമനിൽ ഭരണത്തിലുള്ള ഹൂതികളാണ്. അവരൊരു ഷിയ മിലീഷ്യയാണ്. ഷിയ മിലീഷ്യകളെ ലോകത്തെമ്പാടുമുള്ള, പ്രത്യേകിച്ചും മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ഷിയ മിലീഷ്യകളുടെ എല്ലാം നിയന്ത്രണം യഥാർത്ഥത്തിൽ ഇറാനാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹൂതികൾ ചരക്ക് നീക്കം തടസ്സപ്പെടുന്ന രീതിയിൽ
അമേരിക്കൻ കപ്പലുകളെയും ഇസ്രയേലിലേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകളെയും ഇതൊന്നുമല്ലാത്ത സാധാരണ കപ്പലുകളെയും എല്ലാം ആക്രമിക്കുന്നു. ഒരു ചരക്ക് കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ 2 ദിവസം മുൻപ് ഈ 3-4 ബോട്ടുകളാണ് ഹൂതികളുടെ ബോട്ടുകൾ അമേരിക്കയുടെ സംയുക്ത സേന നാവികസേന അത് മുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് ഇസ്രയേൽ ഹമാസ് എന്ന കോൺഫ്ലിക്റ്റ് മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് പുതുവത്സരത്തിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം ഇറാൻ കൂടി വളരെ ഗൗരവമായി മടിച്ചു നിൽക്കുകയാണ്. ഇറാനും ടർക്കിയും എല്ലാം സ്വല്പം സംയമനം പാലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇറാനെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ സംശയത്തിൻ്റെ മുനകൾ നീളുന്നത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. തീർച്ചയായും